Watch India's largest kids library only on Jio Hotstar. Download the app now. അങ്ങനെ കഴിഞ്ഞു. അതെ മോട്ടു, നീ ഇത് എന്താണ് ചെയ്യുന്നത്? ഞാൻ ഇന്റർനെറ്റിൽ ഒരുപാട് അന്വേഷിച്ച് എന്റെ പഴയ കൂട്ടുകാരനായ നട്ടൂരാമിനെ കണ്ടുപിടിച്ച് ഫോൺ ചെയ്ത് കേട്ടോ. അവനും വരുന്നുണ്ട്. കൂട്ടുകാരനായ അവന് വേണ്ടി ഞാൻ റെഡ് കാർപ്പറ്റ് ഒക്കെ വിരിച്ച് കാത്തിരിക്കുക. പത്തലു നത്തൂറാം, ആ എനിക്ക് ഓർമ്മ വന്നു. നിന്റെ ചെറുപ്പത്തിലെ ഉള്ള സുഹൃത്ത് നത്തൂറാം അല്ലേ? അദ്ദേഹത്തിനെ കുറിച്ച് നീ മുമ്പ് ഒരുപാട് പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. എടാ നട്ടു, എന്തൊക്കെയുണ്ടടാ? പിന്നെ എന്തൊക്കെയുണ്ടടാ മുത്തേ? സുഖമാണോ നിനക്ക്? മോട്ടു എന്റെ കൂട്ടുകാരാ. മോട്ടു ഒരു മിനിറ്റ് വെയിറ്റ് കേട്ടാ. മോട്ടു എന്റെ കൂട്ടുകാരാ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണടാ. വളരെ സന്തോഷവാനാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇപ്പൊ നീ എന്റെ കൺമുമ്പിൽ നിൽക്കുന്നുണ്ടെന്ന്. ഇന്ന് മുഴുവൻ നമ്മൾ അടിച്ചു പൊളിക്കണം. നട്ടു, ഇതെന്റെ പ്രിയ കൂട്ടുകാരൻ പത്ലു. ഹലോ സുഹൃത്തെ. ഹലോ. മോട്ടു നിങ്ങളെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പത്ലു, നീ നല്ല സ്വാദുള്ള ഭക്ഷണങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ നോക്ക്. അതുവരെ ഞങ്ങള് വെറുതെ ഇങ്ങനെ സംസാരിച്ചിരിക്കട്ടെ. വാടാ നട്ടുകുട്ട, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. എന്തൊക്കെയുണ്ടടാ? ഇത്രയും വർഷം നീ എവിടെയായിരുന്നു? വല്ലോ പറയടാ. ഒരു മിനിറ്റ് മോട്ടു. ഇത്രയും വർഷം പഠിക്കുകയൊക്കെ ചെയ്തു, പിന്നെ കോളേജ്. ഒരു മിനിറ്റ് മോട്ടു. പിന്നെ കോളേജിൽ നിന്ന് ഇറങ്ങി കഴിച്ചിട്ട് പിന്നെ ജോലിക്ക് കയറി. ആണോ? എന്ത് ജോലിയിലായിരുന്നു? പറയൂ. ഒരു മിനിറ്റ്. എടോ, ഭക്ഷണം കഴിക്കുമ്പോഴാണോ ഈ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഇത്രയും വർഷം കഴിഞ്ഞ് വന്നിട്ട് എന്താ നീ ഒന്നും മിണ്ടാതിരിക്കുന്നത്? സംസാരിക്കുമ്പോ അപ്പ എടുത്തോളും മൊബൈല്. അത് ശരിയാണല്ലോ. ഒരു മിനിറ്റ്. ശരി, നമുക്ക് കഴിച്ചേക്കാം. അല്ലല്ല, ഇത്രയും വർത്താനം പറഞ്ഞോണ്ടിരുന്ന സമയം എങ്ങനെ പോയെന്ന് അറിഞ്ഞു പോലുമില്ല. ഫോണിലായത് കൊണ്ടോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഇനി നിനക്ക് ഞാൻ ഫുർഫുറി നഗരമൊക്കെ ചുറ്റിക്കാണിച്ചു തരാം. നമുക്ക് കറങ്ങിയേച്ച് വരാം. എന്നാ ശരി, നമുക്കൊന്ന് കറങ്ങാം അങ്ങനെ. അല്ല, എന്റെ മൊബൈൽ ഫോൺ എവിടെയാ? അതെ പത്ലു, നീ എന്താ ചെയ്യുന്നേ? നട്ടുവിന്റെ ഫോൺ എവിടെ ഉള്ളെന്ന് കണ്ടോ? ഞാൻ എല്ലായിടത്തും നോക്കി കഴിഞ്ഞു. ഫോൺ ഒരിടത്തും കാണുന്നില്ല. ഓ നോ, തീർച്ചയായിട്ടും ഇത് കൊരങ്ങന്മാരുടെ പണിയായിരിക്കണം. കാരണം ഈ ഏരിയയിൽ ഒരുപാട് കൊരങ്ങന്മാരുണ്ടെന്നേ. അവരാണെങ്കിൽ ഭയങ്കര വികൃതി കൊരങ്ങന്മാരുവാ. എന്ത് കിട്ടിയാലും എടുത്തോണ്ട് പോയി. എന്താ ഞങ്ങളെയാണോ കള്ളൻ എന്ന് പറയുന്നത്? എന്നാ പിടിച്ചോ. എന്റെ കൂട്ടുകാരനെ വെറുതെ ഫോൺ എടുത്തോണ്ട് വാ. പോ, വേഗം പോ. ഇനി അതല്ല, ഞങ്ങളെ കള്ളൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നീ അടി മേടിച്ചുകൊണ്ടേയിരിക്കും. വേഗം നോക്ക്. കിട്ടി. അവിടെ താഴെ വീഴുന്നു പോയിരുന്നു. ഫോൺ കിട്ടിയല്ലോ. ഇവിടുത്തെ കൊരങ്ങന്മാര് ഭയങ്കര ഡേഞ്ചർ ആണല്ലോ. ഇതെന്റെ ബാല്യകാല സുഹൃത്ത് നട്ടൂരാമാണ്. അത് കൊള്ളാലോ. ബാല്യകാല സുഹൃത്ത് നട്ടൂറാമോ? ഹലോ, നൈസ് ടു മീറ്റ് യു. ഹലോ, ഒരു മിനിറ്റ്. അതെ, ചായക്കട ചേട്ടാ, കാണൂ. മീറ്റ് മൈ ബാല്യകാല ഫ്രണ്ട് നട്ടു. എന്റെ കൂട്ടുകാരനെ നല്ല ചൂടുള്ള സമൂസയും എടുത്തേ. പിന്നെ എന്തൊക്കെയുണ്ട്? വേഗം പറ. ഇത്രയും വർഷങ്ങൾ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്തു എന്ന് വേഗം പറ. ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞുതരാം.
അതെ എന്റെ സുഹൃത്തെ മൊബൈൽ വിടന്നേ, അത് താഴേക്ക് വെക്ക്. ഇതാ, സമൂസകൾ കഴിക്കുക, വന്നിട്ടുണ്ട്. മമ്മി ദേ വീണ്ടും വരുന്നു. ഹലോ ഹലോ സിംഗം സാർ, ഇവിടെ ഒരാള് ഫോൺ കട്ടെടുത്തിട്ട് എന്നെ കാറിൽ കൊണ്ടുവന്ന് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. നീല കളർ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. ചിങ്കത്തെടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിള്, അറിയാമല്ലോ, എംപോസിബിൾ. പൊളിച്ചെടുത്തല്ല, മോട്ടൊന്ന് കൊടുങ്ങുന്നാ തോന്നുന്നേ. ജാൻ, ചിങ്കം സാർ എന്നൊരു സ്കീം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് ആര് ചുവന്ന കുർത്തയും പിന്നെ നീല ജാക്കറ്റ് ഇട്ടുകൊണ്ട് വരുന്നു, അവരെ ചിങ്കം സാറ് 1 മാസത്തേക്ക് അറസ്റ്റ് ചെയ്യുന്നതാണത്. അതെന്നേ. ചുമപ്പ് കുർത്തിയും ബ്ലൂ ജാക്കറ്റുമോ? താങ്ക് യു വെരി മച്ച്. അല്ല, എന്റെ ഫോൺ എവിടെ പോയി? എന്റെ ഫോൺ അല്ല, ഞാൻ ഇവിടെ കാണാണല്ലോ വെച്ചത് എന്റെ ഫോൺ. ആരെങ്കിലും എന്റെ ഫോണൊന്ന് തരുവോ? എനിക്ക് തോന്നുന്നത് കുരങ്ങന്മാർ കൊണ്ടായിട്ടുണ്ടാവുന്ന. ഞാൻ പറഞ്ഞല്ലോ ഇവിടെയുള്ള കുരങ്ങന്മാർ ഭയങ്കര വികൃതിക്കാരാണെന്ന്. നീ കണ്ടില്ലേ, വീണ്ടും നമ്മളുടെ മേലെ പഴിചാരുന്നത്. ഇവന് നമ്മളൊരു പാഠം പഠിപ്പിച്ചേ ശരിയാവുള്ളൂ. ഇൻസ്പെക്ടർ സാറേ, ആരോ എന്റെ ഫോൺ മോട്ടിച്ചു. ചിങ്കത്തെടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിള്. എന്നാ പിടിച്ചോ തന്റെ മൊബൈൽ ഫോണ്. എന്ത് എഫിഷ്യന്റ് പോലീസാ ഇവിടത്തെ. സത്യമായിട്ട് വിശ്വസിക്കാൻ പറ്റണില്ല. പക്ഷെ ഈ ഫോൺ എവിടുന്നാ താങ്കൾക്ക് കിട്ടിയേ? അത് ഞാൻ പിന്നെ പറയാം. എനിക്ക് ആദ്യം ആ കള്ളനെ പിടിക്കാം. അവനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് അറിയാം. ഡീറ്റെയിൽസ്. ഇവൻ ചുവന്ന കുർത്തിട്ടുണ്ട്, പിന്നെ നീല ജാക്കറ്റ്, ചുവന്ന കുർത്ത, നീല ജാക്കറ്റ്. ഇവൻ തന്നെയാണ് കള്ളൻ. ചുവന്ന കുർത്ത പിന്നെ നീല ജാക്കറ്റ്. യെസ് ചിങ്കം സാർ, ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് പറയണമോ പറയൂ. വരൂ, നമുക്ക് ഇരുന്നിട്ട് സംസാരിക്കാം. വരൂ. With pleasure. അയ്യോ വേണ്ട ചിങ്കം സാർ, വേണ്ട. ഇത് തെറ്റാണ്. ഇങ്ങനെയൊന്നും ചെയ്യല്ലേ. എനിക്ക് വേദനിക്കുന്നു ചിങ്കം സാർ. വേണ്ട, എന്നെ തല്ലല്ലേ. വേണ്ട ചിങ്കം സാർ. ഇങ്ങനെ തല്ലി തരിപ്പണമാക്കിയല്ലോ. പറയൂ, ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയൂ. ഈ റെഡ് കുർത്ത ബ്ലൂ ജാക്കറ്റിന്റെ സ്കീം എന്താന്ന് പറയൂ സാർ. എത്രയും പെട്ടെന്ന് തന്നെ സാർ അവനെ പിടിച്ചു കഴിഞ്ഞോ? അവന്റെ തലയിൽ മുടിയേ ഉണ്ടായിരുന്നില്ലല്ലോ. ഇവൻ വിഗ് വെച്ചിട്ടുണ്ടാവും തോന്നുന്നു. നിക്ക് സാറേ, പരിശോധിച്ച് നോക്കാം. എന്നെ വിട്ടേക്ക. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? വേണ്ട. എത്ര വലിച്ചിട്ടും വരുന്നില്ലല്ലോ. സാറേ, ഇത് തീർച്ചയായിട്ടും വിഗ് തന്നെയാണ്. നിങ്ങൾ ആരെങ്കിലും ഒന്ന് പിടിച്ചു വലിക്കാൻ സഹായിച്ച സാർ. സാർ ഒന്ന് സഹായിക്കണം. പിടിച്ചു വലിക്ക്. എന്നെ ആരെങ്കിലും രക്ഷിക്ക. ആരെങ്കിലും ഇതിനൊന്ന് ചെയ്യാ. എന്നെ വിട്ടേക്കോ. ഞാൻ എന്താ ചെയ്യുന്നത്? പ്ലീസ്, ആരെങ്കിലും ഒന്ന് പോലീസിനെ വിളിക്കൂ പ്ലീസ്. അതേ, പോലീസ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ മുടി പിടിച്ച് വലിക്കുന്നത്. മോട്ടു, നീ എവിടെയായിരുന്നു? ആ കുരങ്ങന്മാരിൽ നിന്ന് എന്നെ രക്ഷിക്കൂ. മരത്തിന്റെ മുകളിൽ കൊണ്ടുപോയി എന്നെ ഇടിച്ച് തകർക്കുക. എന്റെ അമ്മോ, മോട്ടുവിനെ കുരങ്ങന്മാര് തല്ലിയെന്നോ? എന്നിട്ട് നിങ്ങൾ എല്ലാരും അത് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിള്, അറിയാമല്ലോ, എംപോസിബിള്. എന്റെ അമ്മോ, എന്തിനാ എന്നെ തല്ലുന്നത്? ഡാഡി, മമ്മി, രക്ഷിക്കണേ. അങ്ങനെ തന്നെ നല്ലോണം തല്ലു. എന്നെ എങ്ങനെ ഇട്ട് തല്ലിയതാണ്? പൊളിച്ചെടുത്തല്ല, അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. മോട്ടിനെ രക്ഷിക്കാൻ വേണ്ടി ഞാനാണ് ജോണിനോട് ചുവന്ന കുർത്തയും നീല ജാക്കറ്റ് ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞത്. അങ്ങനെ വന്നാൽ പോലീസ് അറസ്റ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞു. ആക്ച്വലി എന്താ സംഭവിച്ചെന്ന് അറിയോ? ഒന്നും പ്രശ്നമില്ല. നീ നിന്റെ സുഹൃത്തിനെ രക്ഷിച്ചില്ലേ? എനിക്ക് ഇങ്ങനത്തെ സുഹൃത്തിനെയൊക്കെ ഭയങ്കര റെസ്പെക്ട് ആണെന്നേ. നിന്നെ പോലത്തെ സുഹൃത്തുക്കളിനൊക്കെ ഇതാ എന്റെ സല്യൂട്ട്. വരൂ ഗസിറ്റാറാം, നിനക്ക് ഞാൻ എന്റെ സമ്മാനം തരാം. പൊളിച്ചെടുത്തല്ല, വേണ്ട, എന്നെ തല്ലല്ലേ. എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഇത്രയും വലിയ സമ്മാനം ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇത്രയും വലിയ സമ്മാനം എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. അതെ, മതി. മോട്ടു, താഴേക്ക് വാ. ഞാനെന്താ വരില്ലെന്ന് ഞാൻ പറഞ്ഞു. ഈ കുരങ്ങന്മാർ എന്നെ വെറുതെ വിട്ടിട്ട് വേണ്ടേ? കണ്ടില്ലേ, എന്നെ ഇവർ വിടുന്നില്ല. എന്നെ
ഒന്ന് രക്ഷിക്കടാ പത്തലു. മോട്ടു, നീ വീണ്ടും വീണ്ടും ആ കൊരങ്ങുകളെ കുറ്റം പറയുന്നോണ്ടാണ്. അതുകൊണ്ടാണ് അവര് നിന്റെ മേല ദേഷ്യം കാണിക്കുന്നത്. സോറി കുരങ്ങന്മാർ കേട്ടോ. തെറ്റ് ചെയ്തത് മുഴുവൻ ഞാനും അത് ചെയ്തത് നിങ്ങളാണെന്ന് പറഞ്ഞു പരത്തി. സോറി. ഇനി ഇങ്ങനെ ഒരു തെറ്റ് സംഭവിക്കില്ല സത്യമായിട്ടും. ഓ, ഇത് എന്താ ഇവിടെ നടക്കണേ? നിങ്ങളാണ് നിങ്ങളുടെ തെറ്റ് അവരുടെ പുറത്താണ് ചാർത്തിയത്. ഇവിടെ എന്താ സംഭവിക്കണേ? എന്റെ പ്രിയ സുഹൃത്തെ നട്ടു, ഇത്രയും കൊല്ലം കഴിഞ്ഞല്ലേ നിന്നെ എനിക്ക് കിട്ടിയത്. എന്നാൽ നീയോ നിന്റെ ഫോൺ താഴെ വെക്കുന്നേ ഇല്ല. വന്ന ദേഷ്യത്തിനാണ് ഞാൻ നിന്റെ ഫോൺ എടുത്ത് ഒളിപ്പിച്ചു വെച്ചത്. നീ ചോദിച്ചപ്പോ ഈ കുരങ്ങന്മാരുടെ മേത്ത് ഞാൻ പഴിചാരി. അതുകൊണ്ട് അവർ ദേഷ്യപ്പെട്ടത്. സോറി, ഞാൻ ഈ കാര്യം മനസ്സിലാക്കിയത് പോലും ഇല്ല. ഞാൻ ഇനി നിന്റെ കൂടെ ഇരിക്കുന്ന അത്ര സമയം ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും. അതെ, സത്യം. Watch India's largest kids library only on Geo Hotstar. Download the app now.